വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇതേതൊരു നദിയാ. അതില് പക്ഷേ കാല് സ്ലിപ്പ് ചെയ്ത് വീഴും. പിന്നെ തലടിച്ച് പോവും. എന്നും കയറി ഇറങ്ങിയാൽ മതിയില്ല അങ്ങട്. ഹായ്, വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവല്ലാമല അമ്പലം പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള അമ്പലത്തെക്കുറിച്ച്. അപ്പോൾ എന്നാൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പിലു, പട്ടി എങ്ങനെ വെച്ചെടുക്കുക പറഞ്ഞേ. ബോബോ പിലു, ബോബോ എങ്ങനെ വെച്ചെടുക്ക. ബോബോ പറഞ്ഞേ. ബോബോ. ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിയിരുന്നു. പിന്നെ അമ്പലം കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വല്ലാതെ വൈകിയില്ല. ഒരു 8:30 ഇറങ്ങിയത്. 1.5 മണിക്കൂറുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന്. പിന്നെ ഇതിൽ സ്ക്രീനിൽ കാണണ്ടോയെന്ന് അറിയില്ല, അവിടെ ഫോഗ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. നല്ല ദിവസമുണ്ടായിരുന്നു നേരെ കാണാനായിട്ട്. പിന്നെ അത് അമ്പലത്തിൽ അന്ന് ഒരു പ്രത്യേക ദിവസമൊക്കെ ആയിരുന്നു. അന്ന് എന്തോ നാരായണോത്സവം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ പ്രതിഷ്ഠകൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ നേരം അമ്പലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഇത് ഞാൻ പോണ വഴിക്ക് കണ്ടതാട്ടോ ഓരോന്ന്. മലയൊക്കെ നല്ല രസമുണ്ട് അല്ലേ. ഇത് കുതിരാനാണ് കേട്ടോ, നമ്മുടെ മല തുരങ്കമുണ്ടാക്കിയിട്ടുള്ള റോഡ്. അപ്പോൾ ഞാനൊരു വട്ടം പോയപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടക്കണ്ടായിരുന്നു. ഇങ്ങനെ കവാടൊന്നും ആ ടൈമിൽ ഉണ്ടായില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനകത്ത് അങ്ങടും ഇങ്ങടും അങ്ങനെ തന്നെയാണ്. ഒരു ഇതിൽ പോണവർക്കറിയാം. ഇത് മുകളിൽ അത് കാണില്ല. കഥ പറഞ്ഞിരുന്നു നേരെ പോയി. ഞങ്ങൾ പിന്നെ അതിനിടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലങ്ങളിലുള്ളിൽ കൂടെ പോയത്. അപ്പോൾ വലിയ ഇങ്ങനെ അങ്ങനത്തെ കടകളൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു കടയിൽ നിർത്തി ഞങ്ങൾ ചായ കുടിച്ചതാണ്. അവിടെ പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ പിന്നെ കട്ട് കേക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പോണ വഴിയിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാടം, പിന്നെ ചില റോഡുകൾ, പിന്നെ റബ്ബർ തോട്ടം, അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് നല്ല രസത്തിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം ഒഴുകണ പാറയും അതൊക്കെ ആയിട്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. നല്ല രസമായിരുന്നു. ആ റോഡ് കണ്ടില്ല, ഇങ്ങനെ ഒരു ഭയങ്കര വളവൊക്കെ ആയിട്ട്. ശരിക്കും പോകുമ്പോഴായിരുന്നു അതിൻ്റെ രസം. ചളിവെള്ള മഴുക്കലുണ്ടാവും അവിടെ.
ദാ വഴുക്ക അവൻ്റെ കൈ പിടിച്ചമ്മ. നല്ല വഴുക്കലാട്ടാ പാറ. ഏതൊരു നദിയാ. പിന്നെ തലടിച്ച് പോവും. വഴുക്കലുണ്ട്. ഇതാണ് ട്ടോ ഞാൻ പറഞ്ഞ പുഴ. ഇത് പ്ലാഴി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടാന്ന് തോന്നുന്നു. അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു, അവിടെ അടുത്തുള്ളവരാ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാ സ്ഥലപ്പേര് പ്ലാഴി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു സ്ഥലം കാണാൻ, പാറയൊക്കെ ആയിട്ട്. വെള്ളം പക്ഷെ ഭയങ്കര ചെളിയായിരുന്നു കേട്ടോ, അങ്ങനെ കലങ്ങിയിട്ടേ. നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ പിള്ളേരും 2-3-4 ചേട്ടന്മാരും ഒക്കെ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം മഴയല്ലായിരുന്നേ, അപ്പോൾ ഇങ്ങനെ ആകെ വെള്ളമൊക്കെ കലങ്ങി. പക്ഷെ ഒഴുക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പാറയുടെ അങ്ങനെ താഴെയിൽ അങ്ങനെ പുഴ ഒഴുകുന്നുണ്ട് കണ്ടോ. വരാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. റോഡല്ലേ? ഇത് ഞാനൊരു മയിൽക്കൂട്ടം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അത് അങ്ങറ്റത്താട്ടോ, പക്ഷെ കാണില്ല ശരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ മയിലുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ആ ഫ്രണ്ടിൽ അങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കവാടം. അത് കുഴപ്പമില്ല, എടുത്തു പോകാൻ സുഖമല്ലേ? ബാ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. കുറച്ച് നാളായി സ്റ്റിച്ച് ചെയ്തിട്ട്, കുറച്ചധികം നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മുൻപൊക്കെ ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ ആദ്യമേ തുടങ്ങണം. ഓക്കെ. പിന്നെ ഇന്ന് പിലുൻ്റെ നാളായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ അമ്പലത്തിൽ പോണ ദിവസം പിലുൻ്റെ നാളാണ്. ആക്ച്വലി ഞങ്ങൾ നാളെ നോക്കാറൊന്നുമില്ല, ഡേറ്റാണ് നോക്കാറ്. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഉള്ള നാളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ചെരുപ്പ് കാറിൽ തന്നെ ഇട്ടിട്ടാണ് പിന്നെ പോകുന്നത്. കാറ് തൊട്ടടുത്ത് ഇട്ടിരുന്നതേ. പിന്നെ അവിടെ ഫ്രണ്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഒരു ഫ്ലോറിങ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയത്. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ, ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം. പിന്നെയും സ്റ്റെപ്പ് കയറി. പിന്നെ അമ്പലം അത്ര വലിയതൊന്നുമല്ല, കുഞ്ഞമ്പലമാണ്.
എന്തുട്ടാ പുഴു അല്ലേ? വഴുക്കരുതില്ല പോയിച്ച് വെള്ളം ഉണ്ട് കേട്ടോ. വാവ്, നമ്മളേ ഗോവയിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ ഇറങ്ങി പോയില്ലേ നമ്മൾ? അപ്പോൾ അങ്ങനെ അകത്തൊക്കെ തൊഴുത് ഇറങ്ങിയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്തോ ഞാൻ പറഞ്ഞല്ലോ, അതിലും എന്തോ പ്രത്യേക ദിവസമൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ടൈമും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അമ്പലം ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ബാക്കിലെ നടയിൽ ഇങ്ങനെ ഒരു പാറയും ആലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പുനർജനി ഉണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിലൊക്കെ പോയി. അവിടെ അങ്ങനെ എന്നിട്ട് കുറേ കുഞ്ഞി പട്ടികളും ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞന്മാർ, കുഞ്ഞു പട്ടികൾ, ഈ കിടക്കുന്ന പട്ടിയില്ല, അതിൻ്റെ കുട്ടികളാന്ന് തോന്നുന്നു അത്. അങ്ങനെ ഉണ്ടോ, പാറയാണ് നിറയെ. ഒരു ആലുണ്ട് അവിടെ. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആയിട്ട് കാണാം പാറയുടെ മുകളിൽ നിന്ന്. തല്ലടിക്കുണ്ടോ പൂച്ച? പൂച്ചേ നോക്കിയടാ, അവനെ കൈ പിടിച്ച പേടിച്ച് പിന്നിക്ക് കൈ പിടിച്ച. ഏയ് അടിക്കല്ലേ. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് കണ്ടില്ലേ സ്റ്റെപ്പ്, താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. നല്ലൊരു കുത്തനെ സ്റ്റെപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിറങ്ങി ഞങ്ങൾ അവിടെയും തൊഴുത്.
അതോട്ട് ഞാൻ പറഞ്ഞില്ലേ നാരായണി ഉത്സവം ഉണ്ട്. അപ്പോൾ പ്രതിഷ്ഠ അങ്ങനെ കൊട്ടും വാദ്യമൊക്കെയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെന്താ ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ അതിൽ നിന്നില്ല, നേരം ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി കഴിച്ചത്. കുഴിമന്തി ഉണ്ടായിരുന്നു, പക്ഷേ കുഴിമന്തി തന്നെ ആൾ മൂടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു ടേസ്റ്റ് തോന്നി ബിരിയാണിക്ക്. പിന്നെ ജ്യൂസ് അതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചി ഉണ്ടായിരുന്നു, ഫ്രണ്ട്. അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ഐവറമടാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ അവിടെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ വൈകിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ചേച്ചിയുടെ വീടാണ് കേട്ടോ, ഇത് ചേട്ടൻ്റെ മാമൻ്റെ മോളുടെ വീടാണ്. അപ്പോൾ അവിടെ പോയി വൈകിട്ട് ഞങ്ങൾ തന്നെ വഴിയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി. നിത്യ ചേച്ചീൻ്റെ വീടാണ് കേട്ടോ, നിത്യ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ 2 പിള്ളേർ. പിന്നെ അവിടെ നിൽക്കുന്നതാട്ടോ ചേട്ടൻ്റെ അമ്മ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് നിത്യ ചേച്ചി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. പിന്നെ പപ്പ വന്നിട്ടുണ്ടായില്ല കേട്ടോ. പപ്പയ്ക്ക് വയ്യായിരുന്നു, പപ്പയ്ക്ക് ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ വന്നില്ല, മഴയൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ, ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സജിത ചേച്ചി. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.